താമസിക്കുന്നിടത്തോട്ട് ഒരു വണ്ടി വരും, അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ അങ്ങ് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോന്ന് വരത്തി നോക്കണ? അപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. നിൽക്കുന്നു. ഇത് ഈ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ദിയയ്ക്ക് ടാക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയയാണ് പറഞ്ഞത് നമ്മളടുത്ത് ഇങ്ങനെ വീക്കിലിയോ ഞാൻ എന്നാണോ ഓഫീസിൽ വരുന്നത് അത് നിങ്ങൾ പ്രോഡക്റ്റ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ട് ആദ്യം ദിയ തന്നെയാണ് നമ്മുടെ പറഞ്ഞത്. അതുകൊണ്ട് ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയ നമ്മളെങ്ങനെ ദിയയ്ക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുക. നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക. വേറെ ഒന്നും ദിയയ്ക്ക് പറ്റത്തില്ല. ഇത് കഴിഞ്ഞു. ഈ നമ്മളെക്കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞവരില്ലേ, അവർ ഒരു തെളിവ് പോലും ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ക്യാമറയുടെ മുന്നിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെയും തെളിയിച്ചിട്ടില്ല. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ആരോപണം ഞാൻ ഏറ്റെടുക്കാം. പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ. അതുപോലും അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ വാർത്തകളിലുടനീളം കണ്ടത് ദിയ കൃഷ്ണയുടെ സ്ഥാപനമായ OBYOC എന്ന് പറയുന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാർ വിനിത, ദിവ്യ, രാധു എന്ന് പറയുന്ന 3 പെൺകുട്ടികൾ ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും പൈസ അടിച്ചു മാറ്റി എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. ഈ പറയുന്ന പെൺകുട്ടികൾ വന്ന് മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞ കാര്യവും ഈ ദിവ്യ പറഞ്ഞ കാര്യവും തമ്മിൽ നോക്കുമ്പോൾ ദിവ്യയുടെ ഭാഗത്താണ് ശരി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ പറയുന്ന 3 പെൺകുട്ടികളും നിലനിൽപ്പില്ല എന്ന് കണ്ട സമയത്ത് ഇവരെന്ത് ചെയ്തു? ഇവര് ഓരോ പ്രശ്നങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടു. അതായത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ. അതിനാദ്യം തന്നെ ഇവര് ജാതി എടുത്ത് അങ്ങോട്ടിട്ടു. ജാതിയെക്കുറിച്ച് അങ്ങോട്ടും പറഞ്ഞ് ജാതിയുമായി അധിക്ഷേപിച്ചു എന്ന രീതിയിലാക്കി. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഈ ദിയയുടെ ഹസ്ബൻഡ് ഒരു പൂവാലനാണ്, ഇവൻ എന്നെ രാത്രിയിലെല്ലാം വിളിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ കാര്യം കൊണ്ട് എടുത്തിട്ടു. അടുത്ത 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സ്ഥലത്തെ പീഡനം. 4ാമത്തെ കാര്യം എന്താണ്? അതാണ് വിചിത്രം. ഈ പറയുന്ന കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം ഇനിയുണ്ട്. ഞങ്ങൾ സാധാരണക്കാരാണ് എന്നുള്ള ഒരു വർത്തമാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് മീഡിയയുടെ മുമ്പിലും അതോടൊപ്പം തന്നെ ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിലും ഒക്കെ എന്തോ നല്ല പിള്ളകളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച 3 പെൺകുട്ടികളാണ്. ഇവരെ എന്താണ് പറയേണ്ടത്? ഒരു സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തോട് കുറച്ചെങ്കിലും കൂറ് കാണിക്കണം. അവിടെ നിന്ന് 1 രൂപ കട്ടാലും 1 കോടി രൂപ കട്ടാലും കള്ളി തന്നെയാണ്. ഇത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ OBYOC എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ദിയ കൃഷ്ണ ഇവർക്ക് ജോലി കൊടുത്തു. ഇവർക്ക് 15,000 വെച്ച് ജോലിക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും 15,000 ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, ഇവർക്ക് ശമ്പളം കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ ആ സ്ഥാപനത്തോട് ചില കൂറുകളൊക്കെ കാണിക്കണം. അല്ലാതെ അവിടുന്ന് കട്ടുകൊണ്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ഒരു വിശ്വസ്തയോടുകൂടിയാണ് ഒരു സ്ഥാപനത്തിൽ ഒരാളെ നിർത്തുന്നത്. അപ്പം അവിടെ ഈ പറയുന്ന പോക്രിത്തരം കാണിച്ചാലേ ഇതല്ല ഇതിന്റെ അപ്പുറവും ഏത് പെൺകുട്ടി ആയാലും പറയും. ദിയ കൃഷ്ണയെ അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹവും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഒരു സ്ഥാപനത്തിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇവര് തന്നെ സമ്മതിക്കുന്നുണ്ട് പൈസ എടുത്തെന്നുള്ളത്. എന്തായാലും ഒരു അറ്റത്തുനിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങിയാലോ? ഈ പെൺകുട്ടികൾ പറയുന്നത് ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നും അതോടൊപ്പം തന്നെ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് ഈ പറയുന്ന ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ആണെന്ന് തോന്നുന്നു. ആ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുന്നത്. ആ കുട്ടി പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടോ. അപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. നിൽക്കുന്നു. ഇത് ഈ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ദിയയ്ക്ക് ടാക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയയാണ് പറഞ്ഞത് നമ്മളടുത്ത് ഇങ്ങനെ വീക്കിലിയോ ഞാൻ എന്നാണോ ഓഫീസിൽ വരുന്നത് അത് നിങ്ങൾ പ്രോഡക്റ്റ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ട് ആദ്യം ദിയ തന്നെയാണ് നമ്മുടെ പറഞ്ഞത്. പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഏത് ഘട്ടത്തിലാണ്? നിങ്ങളും ദിയ എന്നുള്ള സാഹചര്യം എത്തിയപ്പോഴാണ് ദിയയ്ക്ക് പുതിയൊരു സ്റ്റാഫിനെ കണ്ടുപിടിക്കുന്നത്. അവരെ ഇനി ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത് ദിയയെ സംബന്ധിച്ച് കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ പേഴ്സണൽ റിവെഞ്ച് തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓവർ ടൈം ഡ്യൂട്ടി എടുക്കേണ്ടി വന്നു, അതിനപ്പോൾ അടിച്ചമർത്തുന്ന ഒരു സമീപനം ഉണ്ടായി. അതുകൊണ്ട് ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയ നമ്മളെങ്ങനെ ദിയയ്ക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുക. നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക. വേറെ ഒന്നും ദിയയ്ക്ക് പറ്റത്തില്ല. ഇവിടെ ഈ പെൺകുട്ടി 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് ഇപ്പോൾ കുട്ടി പറയുന്നത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്തു എന്ന്. അതിലൊരു ശരിയായിട്ട് ചെറിയൊരു കാര്യം ഇല്ലയോ എന്നൊരു സംശയം
നമ്മുടെ ഭാഗത്തുമുണ്ട്. കാരണം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇതുപോലെയായിരുന്നു മറ്റൊരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ, ഒലിവിയ എന്ന് പറയുന്നത്, അടൂര് കേന്ദ്രമാക്കി പ്രവർത്തിച്ചത്. അവർ ഇതുപോലെയായിരുന്നു, സ്റ്റാഫിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു പൈസ ഇട്ട് കൊടുത്തതും. അത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കുറെ വാർത്തകൾ വന്നിരുന്നു. അപ്പൊ ഇതും അതിന്റെ അകത്ത് പെടുമ്പോ ഇല്ല എന്നുള്ളതൊക്കെ അത് പോലീസ് അന്വേഷിച്ചിട്ട് അത് കൃത്യമായിട്ടും ടാക്സ് വെട്ടിക്കലാണ് എങ്കിൽ ദിയാകൃഷ്ണന്റെ പേരിൽ കേസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവർ പറഞ്ഞു ജാതികമായിട്ട് അധിക്ഷേപിച്ചു, ഒരു ഡോഗിനെയാണ് ആവശ്യം എന്ന രീതിയിലൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇതിന് ആൻസർ ആയിട്ട് ദിയാകൃഷ്ണ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ദിയാകൃഷ്ണ ഇപ്പോ ഗർഭിണിയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നെ ഇവർ പറയുന്നു, ഈ ദിയാകൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് ജാതികമായിട്ട് ഇവരോട് എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പല പ്രോഗ്രാമിലും ഇവരെ വിളിക്കത്തില്ലായിരുന്നു എന്ന് ഈ ദിയാകൃഷ്ണ തന്നെ പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് കേട്ടു നോക്കാം. ഒരു ആരോപണം തന്നെ ജാതീയമായ അധിക്ഷേപങ്ങൾ ഒരു വർക്ക് പ്ലേസിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണത്. ദിയയുടെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു ആരോപണം വന്നു എന്ന് പറയുന്നത്, അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ തന്നെ എന്നാൽ ഞാൻ അവരെ മിസ്ട്രീറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അവരുടെ അടുത്ത് പോലും പോകാൻ പാടില്ല, അങ്ങനെയാണല്ലോ അവർ പറഞ്ഞു വരുന്നത്. ഞാൻ അവിടെ എന്നെക്കൊണ്ട് പറ്റിയിട്ടുള്ള പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള എല്ലാ ദിവസവും പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ അവിടെ പോയി അവരുടെ കൂടെ തന്നെ അവിടെ ഇരുന്ന് ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. അതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. എന്നെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ ഇവരോട് പറയായിരുന്നു എല്ലാ ദിവസവും നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ വീടായിരിക്കണം. നമ്മുടെ വീട് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഞാൻ ഇവരോടൊന്നല്ല, ഇനി നാളെ ഒരാൾ വന്നാലും ഞാൻ അവരോട് പറയും. അപ്പോൾ എൻ്റെ വീട് ഞാൻ എപ്പോഴായാലും തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടും. കാര്യം എനിക്ക് എൻ്റെ വീട് വളരെ ക്ലീൻ ആയിട്ടിരിക്കണം. അതേപോലെ എൻ്റെ ഓഫീസ് എൻ്റെ രണ്ടാമത്തെ വീടാണ്. ഞാൻ ഇവരോട് എപ്പോഴും ചെന്ന് പറയും, ഇന്നിപ്പോൾ പാക്കിങ് കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് തൂക്കുക, ക്ലീൻ ചെയ്തിടുക. പക്ഷെ അവർ പലപ്പോഴും അത് കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചൂലെടുക്കും, തുടയ്ക്കുന്നതെടുക്കും, ഞാൻ തന്നെ തൂത്ത് വൃത്തിയാക്കി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ജാതിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തൂക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ അങ്ങ് നിൽക്കാം. ഇത് ഞാനായിരുന്നു അവരുടെ മുമ്പിൽ പോയി തൂത്തോണ്ടിരുന്നത്. അതിൻ്റെ CCTV ഫുട്ടേജ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. തൂത്തോണ്ടിരിക്കുന്ന അവസ്ഥ വരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഞാൻ പോലും അവിടെ പോയി തൂത്തോണ്ട് നിൽക്കുന്നൊരു ഗതികേടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ജാതിയെക്കുറിച്ച് പറയുന്നത്? പിന്നെ എൻ്റെ 5ാം മാസം പ്രഗ്നൻസിക്ക് ഈ പറയുന്ന വിനിതേനെയും ദിവ്യനെയും രാധുവിനെയും 3 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതിൽ രാധു എന്തോ കാരണം കൊണ്ട് വന്നില്ല. ദിവ്യ ആൻഡ് വിനിത 2 പേരും അന്ന് അവിടെ വന്നിട്ടുമുണ്ട്. അതിൻ്റെ ഫുട്ടേജ് എൻ്റെ അമ്മയുടെ വ്ളോഗിലും ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മുടെ കൂടെ ഇരുന്നാണ് അവർ ഫുഡ് കഴിച്ചതും. പ്ലസ് സ്റ്റേജിൽ കയറി സുമംഗലി ആയിട്ടുള്ളവർ, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊരു പൂജ ചെയ്യണം എന്നെ. ആ പൂജയ്ക്ക് പോലും അയാളെ അവിടെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും വന്നത് ഞാൻ പറഞ്ഞിട്ട് വിനിത മാറിയിരിക്കുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് അയാൾ വന്ന് സ്റ്റേജിൽ കയറി പൂജ ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ജാതിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുമോ? ഇല്ല. രണ്ടാമത് നമ്മുടെ ഇവിടെ ഇരുന്ന് ഫുഡ് കൊടുക്കുമോ? ഇല്ല. മൂന്നാമത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് കയറുന്ന സ്റ്റേജിൽ എന്തിന് ഞാൻ ആ കുട്ടിയെ കയറ്റി? എനിക്ക് ജാതികാരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി മെമ്പറിനെ പോലെ കണ്ടതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പറ്റിച്ചിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഒരു തെളിവ് അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അന്ന് ഈ ആരോപണങ്ങൾ ഞാൻ ഏറ്റെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ QR കോഡ് മാറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിയ തന്നെ പറഞ്ഞിട്ടാണ് അത്തരത്തിൽ പേഴ്സണൽ അക്കൗണ്ട് ടാക്സുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരും, അതുകൊണ്ട് ദിയ തന്നെ പറഞ്ഞിട്ടാണ് അത്തരത്തിൽ മാറ്റിയത് എന്നാണ്. അതിനോട് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്. അവർ ഈ പറഞ്ഞതെല്ലാം എല്ലാവരും കേട്ടത് തന്നെയാണ്. തെളിവ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഈ പറഞ്ഞത് പറയട്ടെ. ടാക്സ് വെട്ടിക്കാൻ ഞാൻ അവരോട് പൈസ കൊണ്ടുവരാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റോ ഒരു വോയിസ് നോട്ടോ, അല്ലെങ്കിൽ അവർ സൈബറിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള കോൾസ് കിട്ടുമല്ലോ, ടാപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ തമ്മിലുള്ള സംസാരിച്ചിട്ടുള്ളതിൽ തന്നെ ഏതെങ്കിലും ഒന്നിലെങ്കിലും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ പൈസ മേടിച്ചോ, എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറയട്ടെ. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അവർ എനിക്ക് ക്യാഷ് എടുത്ത് തരുന്നുണ്ടായിരുന്നു പറഞ്ഞു. അതും വിഡ്രോ ചെയ്ത് എടുത്ത് തരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഗൂഗിൾ പേയും അല്ല. അപ്പോൾ വിഡ്രോ ചെയ്ത് എടുത്തെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നതിൻ്റെ തെളിവ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വേണം. അറ്റ്ലീസ്റ്റ് അത് നമ്മൾ ആരും മന്ദബുദ്ധികളല്ല, അല്ലെ കോമൺ സെൻസ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഇതിൽ വ്യക്തമായി അവർ തെളിവ് കാണിക്കണം. രണ്ടാമത് ഏത് ATM നിന്ന് അവരെടുത്തു, ആ ATMൻ്റെ CCTV ഫുട്ടേജ് എല്ലാ ദിവസവും വൈകുന്നേരം ഇവർ 3 പേരിൽ ഏതെങ്കിലും ഒരാൾ ആ ATMിൽ കയറി ക്യാഷ് എടുക്കുന്നതിൻ്റെ ഫുട്ടേജ് പുറത്തു വിടുക. നമുക്ക് ഈ ആരോപണങ്ങളൊക്കെ അങ്ങ് സമ്മതിക്കാം. ഇവിടെ ദിയാകൃഷ്ണ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇവരുടെ ഒരു പ്രോഗ്രാമിന് ജാതികമായ പ്രശ്നമുണ്ടെങ്കിൽ ഇവരെ ആരും വിളിച്ച് വരുത്തത്തില്ലല്ലോ. ഈ തൊട്ട് തീണ്ടലൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കയറ്റുമോ? ഇല്ലല്ലോ. പിന്നെ അവിടെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വൃത്തിയാക്കി ഇടണമെന്നുള്ളത് അത് സാധാരണ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതൊരു സ്റ്റാഫിന്റെ കർത്തവ്യമാണ്. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് അതൊരു സ്റ്റാഫിന്റെ കടമ തന്നെയാണ്. അത് വൃത്തിയാക്കി സൂക്ഷിക്കണം, അത് വേണം. ഓക്കെ, അത് ദിയാകൃഷ്ണ പറഞ്ഞതിനോട് എനിക്ക് തെറ്റൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഡോഗിനെയാണ് വേണ്ടത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ ഇത് ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയുന്നത്. എന്തായാലും ആ പെൺകുട്ടി പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്കി. 1 മണി 2 മണിക്കൊക്കെ വിളിക്കും. എന്താ വിളിച്ചിട്ട് എന്താ പറയാ? ആ പ്രോഡക്റ്റ് ആ സമയത്ത് കൊടുക്കണം, ഈ സമയത്തൊക്കെ കൊടുക്കണം. രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും.
പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ, അതുപോലും അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ദിയയുടെ ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ടല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. ഇവിടെ ഈ പറയുന്ന ദിയയുടെ ഹസ്ബൻഡിനെ പൂവാലൻ വരെ ആക്കിയിട്ടുണ്ട് ഈ പെൺകുട്ടികൾ. രാത്രി വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വിളിച്ചു എന്നുള്ളത് അതിന് എക്സ്പ്ലനേഷൻ ദിയ പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞോ, അതിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞോ, അത് കഴിഞ്ഞത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്രത്തോളം ശരിയുണ്ടോ എന്നുള്ളത് ആരും അറിയത്തില്ല. കാരണം ഈ പെൺകുട്ടികൾ പറയുന്നതൊക്കെ മൊത്തം കള്ളത്തരമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദിയയുടെ ഹസ്ബൻഡായിട്ടുള്ള അശ്വിൻ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെളിയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനിയുമാണ് ഈ പെൺകുട്ടി പറയുന്നത് പൈസ കട്ട കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനൊക്കെ തെളിവ് അങ്ങനെയാണെങ്കിൽ അവരെ കാണുമല്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും അത് നിങ്ങൾ പറയുന്നുണ്ടായി ഇത്തരത്തിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം വലിയൊരു തുക നിങ്ങൾ തട്ടിച്ചു, QR കോഡ് തട്ടിപ്പ് നടത്തിയെന്നൊക്കെയാണ്. അതിന് തെളിവില്ലല്ലോ. 69 ലക്ഷം നമ്മൾ എടുത്തെന്ന് തെളിവില്ലല്ലോ. അങ്ങനെ എടുത്തെങ്കിൽ അവർ ഞങ്ങളുടെ ക്യാഷായിട്ട് മേടിച്ചില്ല എന്ന് അവർക്ക് എന്താണ് തെളിവുള്ളത്? അപ്പം അതിപ്പോൾ അന്വേഷിക്കണ്ടേ? കേട്ടോ. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാ കാര്യവും സമ്മതിച്ചതാണ്. ഈ കൃഷ്ണകുമാറും അവരൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ ഈ പൈസ എടുത്ത കാര്യവും ഇവരെല്ലാ കാര്യവും സമ്മതിച്ചാണ്. ഞങ്ങൾ ഇത്രയും പൈസ വെച്ച് എടുത്തിട്ടുണ്ടെന്ന് ഇവർ സമ്മതിച്ച കാര്യം തന്നെയാണ്. ഇപ്പൊ ഈ പെൺകുട്ടികൾ പറയുന്നു അത് ഭീഷണിപ്പെടുത്തിയിട്ട് എടുത്തതാണെന്ന്. അതൊന്ന് കേട്ടു. എടുത്ത് ഭീഷണിപ്പെടുത്തി വീഡിയോ ആണ്, ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ ഓരോ വീഡിയോസ് ഓരോ ആംഗിളിൽ നിന്ന് 5 പേര് 5 വ്ളോഗ് എടുക്കുവാണ് നാളത്തെ യൂട്യൂബിലെ ട്രെൻഡിങ് ആയിട്ട്. പിന്നെ നമ്മൾ എന്തായാലും പേടിക്കും. നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്ക് വീഡിയോ ഒന്നും ഇട്ട് റീച്ച് ചെയ്യാനുള്ള ടൈമില്ല. ഈ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? പറയാം. രാവിലെ നമ്മളെ ദിയയുടെ ഫ്ലാറ്റിലാണ് അവർ വിളിച്ച് വരുത്തുന്നത്. ദിയ എടുത്ത് സംസാരിക്കാം. നിങ്ങൾ 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ജോലിയിൽ നിന്ന് മാറിപ്പോയതിന് നഷ്ടപരിഹാരമായിട്ട് ഞാൻ കരുതാം. എനിക്ക് 5 ലക്ഷം രൂപയുടെ ചെക്കോ ക്യാഷോ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പൈസ സെറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വിട്ടിട്ട് കൊണ്ടുവരാം. അപ്പോൾ രാവിലെ ബാങ്ക് തുറക്കുന്ന ഒരു ടൈമാണ് ദിയ എടുത്ത് ഞങ്ങൾ ചോദിച്ചത്. അത്രയും പണയം വെക്കുന്നതിൻ്റെ പ്രൂഫുണ്ട്, പണയം വെച്ചതിൻ്റെ തുണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം കൊണ്ട് ദിയയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ദിയ പൈസ വാങ്ങി കയ്യിൽ മേടിച്ചതിന് ശേഷമാണ് ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി. ഡ്രൈവർമാരുൾപ്പെടെ എല്ലാം 1 മുതൽ 8 വരെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു, അടിക്കാൻ വരുന്നുണ്ടായിരുന്നു. കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് നന്നായിട്ട് ചീത്ത. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൃഷ്ണകുമാർ നമ്മുടെ പറഞ്ഞ ഒരു കാര്യം അതാണ്, നീയൊക്കെ ഇവിടെ നിന്ന് ചിരിച്ചിട്ട് ഇറങ്ങുമ്പോൾ എനിക്കറിയാം നീയൊക്കെ ഏതറ്റം വരെ പോകുമെന്ന്. നിൻ്റെ പാർട്ടിക്കാരെ കൊണ്ട് ഒന്നും നടക്കാൻ പോകില്ല. ഇവിടെ ഭരിക്കുന്നവരൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. ഞാൻ കേന്ദ്രത്തിൽ പിടിപാടുള്ള ആളാണ്. എനിക്ക് എവിടെ പോയി എന്ത് ചെയ്യണോ, നിങ്ങളെ എവിടെ അകത്താക്കണമെന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ പുള്ളിക്കാരി ഇപ്പൊ രാഷ്ട്രീയവും എടുത്തിരിക്കുകയാണ്. കാരണം കേന്ദ്രത്തിലാണ് എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിലും കൃഷ്ണകുമാർ പറഞ്ഞു എന്ന രീതിയിൽ അത് ആക്കിയെടുത്തിട്ടുണ്ട്. അതെന്തിനോട്ടെ. പിന്നെ ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട് ഈ ഞങ്ങൾ പൈസ കൊടുത്തു എന്ന്. 8 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും കക്കാത്തവരെ എന്തിനാ ഈ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്. പിന്നെ ഈ പെൺകുട്ടികൾ സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് കൊണ്ടു കൊടുത്തത്. അതിനകത്ത് ഇതിനകത്ത് തന്നെ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിലും കണ്ട ജോലി ചെയ്യുന്നത്, അവൻ 1.5 ലക്ഷം രൂപ വെച്ച് അയച്ചു കൊടുക്കുമെന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നത് നമ്മൾ കേട്ടത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ്. ഇവിടെ കൃഷ്ണകുമാർ വിളിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വോയിസ് ഇവരെ പുറത്തുവിട്ടിരുന്നു. അതൊന്ന് കേട്ടു നോക്കി. നീ താമസിക്കുന്നിടത്തോട്ട് വണ്ടി വരും, അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോൾ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ ഒന്ന് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ ഒന്നും തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരുത്തി നോക്കണം. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു നിനക്ക് പേപ്പർ ചെയ്തത്? ഏത് ചാനലാണ് വന്നത് നിന്നെ പറ്റി? നിന്റെ ഭാര്യ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തുണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. ഏതിനാണ്? ഏത് ചാനലാണ് വന്നേ? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം ഇന്ന് ആരെയാണ് മറ്റേ എന്താ വെഡിങ് ആനിവേഴ്സറി ആരെയായിരുന്നു? വെഡിങ് ആനിവേഴ്സറി ഇല്ലായിരുന്നു. എന്താ ആരുടെയാണ് ഇന്ന്? ആരാണ് വിളിച്ചത്? ഇതേ എന്ത് ചെയ്യേണ്ടത്? നീ ഇന്നലെ എത്ര രൂപ തന്നത്? ഇന്നലെ 8,72,000 ആണല്ലോ. ഇന്ന് കണക്കെടുത്ത് ഞങ്ങള് 1 കോടി ഒരുമിച്ച് ഇവിടുന്ന് പോയിട്ടുള്ള ക്യാഷും ഇവിടുത്തെ സാധനങ്ങൾ എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങളിന്ന്. നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്തല്ലേ? ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിൻ്റെ അടുത്തിരുന്നപ്പോൾ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതാണ് അവരെ.
പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്ക് റെസിപ്റ്റ് തരാമോ? ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ അടുത്ത്. പിന്നെ ഈ എന്തായാലും ഇവിടെ കൃഷ്ണകുമാർ വിളിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന വോയിസിന്റെ അകത്ത് ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഒരു അച്ഛൻ അല്ലെങ്കിൽ എന്ന് പറയുക ഒരു സ്ഥാപനത്തിന്റെ ഉടമ അവരുടെ സ്ഥാപനത്തിൽ നിന്നും പൈസ കട്ടുകൊണ്ട് പോയി അവരുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോയി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അത് മാത്രമല്ല ഈ സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇവർ പൈസ മേടിച്ചിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുകയും ഇവർ പൈസ എടുത്ത് പോക്കറ്റിലാക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? അത് ആരായാലും അത് ചോദ്യം ചെയ്യും. അത് തന്നെയാണ് ഇവിടെ കൃഷ്ണകുമാർ ചോദ്യം ചെയ്തത്. ഇത് തന്നെയാണ് ദിയയും ഇവിടെ ചോദ്യം ചെയ്തത്. അതിനെ ഇവർ വേറൊരു രീതിയിലാക്കി, ഇവർ ജാതീയമാക്കി, അതോടൊപ്പം തന്നെ വലിയ പീഡനമാക്കി, ഈ ദിയയുടെ ഹസ്ബൻഡ് ഒരു പൂവാലനാന്നുള്ളതാക്കി, പിന്നെ പാർട്ടി രാഷ്ട്രീയമാക്കി, അങ്ങനെ തുടങ്ങി, പിന്നെ സാധാരണക്കാരനാന്നുള്ളതാക്കി, അങ്ങനെ തുടങ്ങി ഇവർ ഇതിനകത്ത് കിടന്ന് ഒന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ എങ്കിൽ ഇവർ പുറത്തു കൊണ്ടിട്ടെ. അല്ലാതെ ഇവരിപ്പോ വിട്ടിരിക്കുന്ന തെളിവുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഇവർ കട്ടിട്ടുണ്ടെന്ന് ഇവർ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. എന്നിട്ടാണ് ഇവർ കടന്നിങ്ങനെ മെഴുകുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരിടത്ത് നിന്ന് 1 രൂപ കട്ടാലും 5000 രൂപ കട്ടാലും 1 കോടി കട്ടാലും അത് കള്ളം തന്നെയാണ്. അപ്പൊ ഈ 3 പേരും കള്ളികൾ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതല്ലേ എന്റെ പൊന്നു പ്രേക്ഷകരെ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും